ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിഭൂതി ബുധനാഴ്ചയാണ്. മടങ്ങിച്ചെല്ലണം എന്നുള്ളതാണ് ഓർമ്മപ്പെടുത്തൽ. ഒരു ശ്രമമെങ്കിലും നടത്തി തുടങ്ങണ്ടേ നമുക്ക്. ഈ ശ്രമം നിസ്സാര കാര്യമല്ലാന്നേ. ഒരു പ്രിയപ്പെട്ട ഒരു കപ്പുച്ചീനച്ഛൻ്റെ കൂട്ടുകാരൻ്റെ ഒരു അനുഭവം അദ്ദേഹം പറയായിരുന്നു. ഒരു ബെന്നി ബ്രദറെ കാറ്റഗിസം ക്ലാസ്സിൽ പഠിപ്പിക്കാൻ പോകുന്ന ആള് ഒരു ദിവസം ഇങ്ങനെ കലോത്സവത്തിന് വേണ്ടിയിട്ട് ഒരു നാടകം സെറ്റ് ചെയ്യണം. ഈ നാടകം സെറ്റ് ചെയ്യാനായിട്ട് എല്ലാവരെയും തിരഞ്ഞെടുക്കുന്നുണ്ട് കഥാപാത്രങ്ങൾ. ഈശോയായിട്ട് അഭിനയിക്കാൻ മാത്രം ഒരാളെ കിട്ടിയിട്ടില്ല. അവസാനം അമൽ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെയും പുള്ളിക്കാരനും കണ്ടുപിടിക്കുന്നുണ്ട്. അമലിന്റെ ഒരു പ്രത്യേകത ഈശോയുടെ ചായ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ എല്ലാവരും എതിർക്കുന്നുണ്ട്. കാരണം അമൽ പള്ളിയിൽ വരില്ല, പരിശുദ്ധ കുർബാനയ്ക്ക് കൂടില്ല, അപ്പനെ അമ്മയും ബഹുമാനിക്കില്ല, കുടുംബ പ്രാർത്ഥന ചെല്ലില്ല, ഇത്തിരി അലമ്പായിട്ട് നടക്കുന്ന ഒരു പയ്യൻ. പക്ഷെ അവരെല്ലാവരും പറഞ്ഞിട്ടും ബ്രദർ അവനെ ഈശോയായിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. കാരണം അവന് ഈശോയുടെ ചായ ഉണ്ടായിരുന്നു. അവസാനം റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് അവരെ കലോത്സവത്തിനായിട്ട് പോകുന്നു. കലോത്സവത്തിന് പോയി നാടകത്തിന് സമ്മാനമൊന്നും കിട്ടുന്നില്ല എന്ന് മാത്രമല്ല, ഏറ്റവും അവസാനത്തെ ടീമായിട്ടാണ് അവർ ഫിനിഷ് ചെയ്യണത്. അത്രയ്ക്ക് മോശം എന്നുള്ള അഭിപ്രായവും കിട്ടുന്നുണ്ട്. എല്ലാം കഴിഞ്ഞ് ആ വൈകുന്നേരം പള്ളിമുറ്റത്ത് ബ്രദർ വളരെ സങ്കടത്തോടുകൂടെ കണ്ണ് നിറഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സമയം അമല് വരുന്നു. ചെറുപ്പക്കാരൻ ഇങ്ങനെ വലിയ സങ്കടത്തോടുകൂടെ ബ്രദറിനോട് ചോദിക്കുന്നുണ്ട്, ബ്രദറെ നമുക്ക് എന്താ സമ്മാനം കിട്ടാതെ പോയി? എനിക്ക് ഈ ഒരു റോള് ചെയ്യാനായിട്ട് ഒരു ഡയലോഗ് പോലും ഉണ്ടായില്ല, വലിയ കാര്യമൊന്നും ചെയ്യേണ്ടതായില്ല. ഒരു കുരിശെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ മാത്രമേ ഉണ്ടായുള്ളൂ. പക്ഷെ ആ ഒരു റോളിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ദുശീലങ്ങളെല്ലാം ഉപേക്ഷിച്ചു. എൻ്റെ അപ്പയുടെ അമ്മയുടെ അടുത്ത് പോയി മാപ്പ് ചോദിച്ചു, അവരുടെ കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, അവരുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിച്ചു, പരിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തു, എല്ലാം ചെയ്തു. എന്നിട്ടും എന്തുകൊണ്ടാണ് നമുക്ക് സമ്മാനം കിട്ടാതെ പോയത്? ഇപ്പോൾ ബ്രദറിന്റെ കണ്ണ് നിറയുന്നത് സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ടാണ്. ഇതിലും വലിയൊരു സമ്മാനം എന്താ കിട്ടാനുള്ളതെന്ന്? ഒരാള് സ്വർഗത്തിന്റെ സന്തോഷങ്ങളിലേക്ക്, ദൈവത്തിന്റെ മടിയിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളതിനേക്കാൾ വലിയ സമ്മാനം വേറെ എന്താ കിട്ടാനുള്ളത്? ഈ ഒരു മടങ്ങിപ്പോക്കിനുള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ട് വിഭൂതി ബുധനാഴ്ച ഈ ദിവസം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് ഈ ഒരു പരിശ്രമം തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു പരിശ്രമം തുടങ്ങാൻ വേണ്ടിയിട്ട് ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് കുരിശ് വരയ്ക്കുന്നു എന്ന് പറഞ്ഞൊരു അച്ഛൻ എഴുതി തുടങ്ങുന്നുണ്ട്. പന്നിക്കൂട്ടിലെ വിഭൂതി ബുധനാഴ്ച എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിന് തലക്കെട്ട് കൊടുത്തേക്കണേ. പന്നിക്കൂട്ടിലെ വിഭൂതി ബുധനാഴ്ച. ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് കുരിശ് വരയ്ക്കുന്നു. ഒരാള് തൻ്റെ അപ്പന്റെ സ്നേഹത്തിലേക്കും വീടിന്റെ നന്മകളിലേക്കുമൊക്കെ മടങ്ങിപ്പോകാനായിട്ട് ചിന്തിക്കുന്ന സമയം അത് അയാളുടെ വിഭൂതി ബുധനാഴ്ച. ആ നിമിഷം അത് അയാളുടെ വിഭൂതി ബുധനാഴ്ചയാണ്. ഒരു ദിവസത്തിന്റെ പ്രത്യേകതയല്ല, നേരെ മറിച്ച് എപ്പോഴാണോ ഒരാള് തൻ്റെ സ്നേഹത്തിലേക്ക്, നന്മകളിലേക്ക്, സുഹൃതങ്ങളിലേക്ക് മടങ്ങാൻ തീരുമാനിക്കുന്നത് ആ നിമിഷം അയാൾക്ക് വിഭൂതി ബുധനാഴ്ചയാണ്. ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്, മുൻപിലിരിക്കുന്നുണ്ട്. അവൻ നമ്മളോട് പറയുന്നുണ്ട്, അച്ഛാ പ്ലെയിൻ ആയിട്ട് പറയാണ്, അച്ഛാ ഇങ്ങനെ പള്ളിയിലൊന്നും പോവാറില്ല, കുർബാന കൂടാറില്ല, കുമ്പസാരിച്ചിട്ടില്ല, പക്ഷെ ഇപ്പൊ ഒരു ആഗ്രഹം തോന്നുന്നുണ്ട്, അപ്പന്റെ അമ്മയുടെയും കൂടെ പോയിരുന്ന് കുടുംബ പ്രാർത്ഥനയും എല്ലാം തോന്നുന്നുണ്ട്. പക്ഷെ എനിക്കൊരു മടിയുണ്ട്, ഒരു ചമ്മലുണ്ട്. അവര് നമ്മളെ കുറിച്ച് എന്താ വിചാരിക്കുക? ഇത്രയും കാലം ഇങ്ങനെ ഒന്നും ഇല്ലാതിരുന്നിട്ട് പെട്ടെന്ന് ചെന്നിരിക്കുമ്പോൾ അവരെന്താ നമ്മളെ കുറിച്ച് വിചാരിക്കുക? അവനോട് പെട്ടെന്ന് പറയാൻ തോന്നിയ ഒരു കാര്യം, മോനെ അവരെ നിന്നോട് ഒറ്റ കാര്യം പറയാൻ പോകുന്നുള്ളൂ, നീ ഇത് പറയുമ്പോൾ ഒറ്റ കാര്യം അവര് പറയുള്ളൂ, എന്നോടോ ബാല. പെട്ടെന്ന് ക്ലിക്കായി, അവന് പെട്ടെന്ന് കണക്റ്റഡ് ആയി. തിരിച്ചു പോകാനുള്ള ഉറപ്പുമായിട്ട് നിഷ്കളങ്കതയോടുകൂടെ ആ ചെറുപ്പക്കാരൻ പുഞ്ചിരിക്കുമ്പോൾ അവന്റെ നെറ്റിയിൽ വിഭൂതിയുടെ ഒരു കുരിശ് തെളിയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴാണോ ഒരാള് മടങ്ങിപ്പോവാൻ തീരുമാനിക്കുന്നത് ആ നിമിഷം അയാളുടെ വിഭൂതിയാണെന്ന്. മറന്നുപോയ സ്നേഹത്തിലേക്ക് തിരികെ പോകാനായിട്ടുള്ള ഒരു കാലം. ഇങ്ങനെ ധൂർത്തപുത്രൻ പന്നിക്കൂട്ടിൽ നിന്ന് ഇങ്ങനെ അനുതാപത്തോടുകൂടെ തിരിച്ചു പോകുന്നതും, ദാവീദ് രാജാവ് ചാക്കുടുത്തും ചാരം പൂശിയും ഉപവസിക്കുന്നതുമൊക്കെ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ ദൈവസ്നേഹത്തിലേക്കും മടങ്ങിപ്പോകാനായിട്ടുള്ള വലിയ ആഗ്രഹം കൊണ്ടാണ്. ശരിക്കും അങ്ങനെ മടങ്ങിപ്പോകാനായിട്ടുള്ള നമ്മുടെ മുൻപിൽ ഒരു വാതിൽ തുറക്കപ്പെടുന്നു. ആ വാതിലിന്റെ പേര് വിഭൂതി ബുധനാഴ്ച. ജുമാൻജി ചിത്രങ്ങളിലേക്ക് എന്നതുപോലെ വളരെ വിസ്മയിപ്പിക്കുന്ന ഒരു ലോകത്തിലേക്കുള്ള വിചിത്രമായ ഒരു വാതിൽ കണക്കെ നമ്മുടെ മുൻപില് വിഭൂതി എന്ന് പറയുന്ന ഒരു വാതിൽ തുറന്നു കിടക്കുന്ന ഇനിയുള്ള യാത്രയാണ്. വിസ്മയിപ്പിക്കുന്ന കാഴ്ചകളിലൂടെ ദൈവത്തിന്റെ കരം പിടിച്ച ഒരു യാത്ര. അതിനു വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ്.
വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വെളിപ്പാട് പുസ്തകത്തിന്റെ 2-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട്: നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചു പോയതെന്ന് ചിന്തിക്കുക, എന്നിട്ട് അനുതാപത്തോടുകൂടെ ആദ്യത്തെ കാര്യങ്ങൾ ചെയ്യുക. വലിയ സ്നേഹത്തോടെ തിരിച്ചു വരാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. ഒരു ഗുരു മരിക്കാൻ കിടക്കണു. ആ ഗുരുവിന്റെ അടുത്ത് വന്നിട്ട് ശിഷ്യന്മാരെല്ലാവരും ആദരവോടുകൂടെ അദ്ദേഹം കെട്ടി ഉയർത്തിയ ഈ വലിയ സഭയെക്കുറിച്ച്, അതിന്റെ വൈശിഷ്ട്യത്തെക്കുറിച്ച്, അതിന് അദ്ദേഹം നടത്തിയ പരിശ്രമങ്ങളെക്കുറിച്ച്, ത്യാഗങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ വാതോരാതെ പറഞ്ഞിട്ട് അവസാനം ചോദിക്കുന്നുണ്ട്: ഗുരു, മടങ്ങിപ്പോകുന്നതിന് മുൻപ് ഒരു ആശീർവാദം കണക്കെ ഞങ്ങളോട് അവസാനമായി പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഗുരു കണ്ണു നിറഞ്ഞിട്ട് പറയുന്നുണ്ട്: ദൈവത്തിങ്കലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് മടങ്ങിപ്പോകണം. പൊള്ളിക്കുന്ന വാക്കുകളാണ്. ദൈവത്തിങ്കിലേക്ക് എപ്പോഴെങ്കിലും ഒന്ന് മടങ്ങിപ്പോകണം. ഒരു ദൈവം കാത്തിരിക്കുന്നുണ്ടെന്നേ വചനം അതാണ് പറയണത്. തിരിച്ചു വരാനായിട്ട് പരിശ്രമിക്കുന്നവരെ അവിടുന്ന് പ്രോത്സാഹിപ്പിക്കുന്നു, പിടിച്ചു നിൽക്കാനായി പരിശ്രമിക്കുന്നവർക്ക് അവിടുന്ന് ബലം നൽകുന്നു. പ്രഭാഷകന്റെ പുസ്തകം 17-ാമത്തെ അധ്യായം 24-ാമത്തെ തിരുവചനം. കർത്താവിന്റെ പരസ്യ ജീവിതത്തിന്റെ തുടക്കം വലിയൊരു ഓർമ്മപ്പെടുത്തലോടുകൂടിയാണെന്ന് നമ്മൾ ഓർമ്മിക്കുന്നത് നല്ലതാണ്. മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. കർത്താവ് തൻ്റെ ഹൃദയത്തിന്റെ സ്നേഹത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് നിൽക്കുന്ന ഈ ഒരു സമയത്ത് തിരിച്ചു ചെല്ലാനായിട്ട് നമ്മൾ പരിശ്രമങ്ങൾ ആരംഭിക്കുന്നു. അതിൻ്റെ ആദ്യ ചുവട് വയ്ക്കുന്നതിൻ്റെ ആ ദിവസത്തിന്റെ പേര്, ആ നിമിഷത്തിന്റെ പേര് വിഭൂതി ബുധനാഴ്ച. വലിയ സ്നേഹത്തോടുകൂടെ ആ ദൈവത്തിങ്കിലേക്കൊന്ന് തിരിച്ചു ചെല്ലാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു കവിത ഓർക്കുന്നുണ്ട്: ദൈവത്തോടുള്ള പ്രണയം നഷ്ടപ്പെട്ടു പോയൊരു രാത്രിയിലാണ് എനിക്ക് എൻ്റെ ചിറകുകൾ നഷ്ടമായത്. ഭൂമിയിലേക്ക് വീണുപോയ ഒരു പൂവ് കണക്കെൻ്റെ ജീവിതം വാടിക്കൊഴിഞ്ഞു പോയത്. ശരിക്കും ദൈവത്തിന്റെ സ്വന്തമായി ജീവിച്ചിരുന്ന ആ നാളുകളിലേക്കുള്ള ഒരു തിരിച്ചുപോക്കിനായിട്ട് ഏറ്റവും നല്ലൊരു തുടക്കം ആശംസിക്കുകയാണ്. ഈ വിഭൂതി തിരുനാളിന്റെ എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹപൂർവ്വം നേരുന്നു. സുഹൃതം നിറഞ്ഞൊരു നോൻപ് കാലത്തിലേക്ക് പ്രവേശിക്കാൻ, അവന്റെ കരം പിടിച്ച് അവന്റെ മനസ്സിലേക്ക് എത്തിച്ചേരാൻ സ്വർഗം നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധമായൊരു നോമ്പുകാലം നേരുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.